ഡോ, തനിക്കെന്നോട് ഒത്തിരി ദേഷ്യമുണ്ടോ? ഉള്ള കല്യാണം എന്റെ പ്ലാൻ കാരണം മുടക്കി കൈ തന്നു, പിന്നെ ഒത്തിരി അടി മേടിച്ചു തന്നു. എന്നോട് ദേഷ്യമുണ്ടോടോ? ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചാ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പ്രേമിച്ച പെണ്ണല്ലേ കൈവിട്ടു പോയത്. പിന്നെ ഒത്തിരി അടിയും കിട്ടി. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്ത് പറയുന്ന ആലോചിച്ചിട്ടാ എനിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾക്ക് എങ്ങനെ ഇത്രത്തോളം ഇന്നസെന്റ് ആയി ഇരിക്കാൻ പറ്റുന്നേ? എന്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ ഇതെന്റെ ക്യാരക്ടറാ. പക്ഷെ ഞാനത് ചോദിക്കട്ടെ, മേമ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും സീരിയസ് ആയി, സീരിയസ് ടോക്ക്, പ്രശ്നങ്ങൾ, കാര്യങ്ങള് എപ്പോഴെങ്കിലും റിലാക്സ് ആയിരിക്കാറുണ്ടോ? അങ്ങനെ തോന്നിയ തനിക്ക് എങ്കിൽ പിന്നെ ആ ചിന്ത അങ്ങ് മാറ്റിക്കളയാ. ഞാൻ കാരണം താൻ ഒത്തിരി വേദനിച്ചല്ലേ, അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരണമെന്ന് ഞാൻ ആദ്യമേ കരുതിയതാ. വാടോ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, എന്നാ കഴിക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാം, ലയും പാട്രിക്കും അല്ല, ലയും സൂര്യയും നമുക്ക് ഓക്കെ ആയി എന്ന് കരുതാം. പക്ഷേ നമ്മുടെ ആബേലും അനുവും അതെനിക്കറിയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആകെ ഉണ്ടായിരുന്ന സംശയം ലയയും സൂര്യയും തിരിച്ചു ഒന്നാവോ എന്നുള്ളതായിരുന്നു. അതെനിക്കിപ്പോ ഉത്തരം കിട്ടിയല്ലോ. പിന്നെ അവരുടെ രണ്ടുപേരുടെയും കാര്യം, അവർ ഒരിക്കലും പിരിയാൻ പോകുന്നില്ലടോ. 7 വർഷമായിട്ട് അവനെ വിട്ട് അവള് പോയില്ലല്ലോ. പിന്നെ എങ്ങനെ ഇപ്പഴായിട്ട് പോകുന്നേ? നീ വാടാ, ചായ എടുക്കാം. നീ വീണ്ടും എന്നെ സീരിയസ് ആക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഞാനൊന്ന് റിലാക്സ് ആവട്ടെടോ. ഓ സോറി, ഇനി ഞാൻ മിണ്ടില്ല. എന്നാലും മാം, ആബേലാനെ അത്ര ദ്രോഹിച്ച സ്ഥിതിക്ക് അവരിനി ഒന്നിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ മാം ഒന്ന് പറഞ്ഞേ. അവരൊന്നിക്കും, നീ കഴിക്കടാ. എന്നാലും മാം, ആബേലാനെ കൊല്ലാനൊക്കെ നോക്കിയതല്ലേ? കൊല്ലില്ലല്ലോ. കൊല്ലില്ലെന്ന് അവക്കും നല്ല ഉറപ്പുണ്ട്. പിന്നെന്താ? എന്നാലും മാം, എന്റെ ഡൗട്ട് അതല്ല. നിന്റേത് താൻ സാധാരണ പ്രൊഫസർമാരോട് അങ്ങോട്ടാണോ ചോദ്യം ചോദിക്കുന്നത്? താൻ എന്താണോ എന്നോട് ഇങ്ങനെ ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്? സമാധാനത്തിൽ ഇത്തിരി ഫുഡ് കഴിക്കാന്ന് കരുതിയപ്പോ ഇനി എങ്ങാനും മിണ്ടിയ തല അടിച്ച് പൊട്ടിക്കും ഞാൻ. കുറെ നേരമായി നീ വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോ ഒരു ഒട്ടിയങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ ഞാൻ. അയ്യോ മാം, ഇങ്ങനെ ചൂടാവാതെ എനിക്കൊരു ലാസ്റ്റ് ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. അത് പിന്നെ നോർമൽ പീപ്പിൾസിന് മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. സൈക്കാട്രിസ്റ്റിന് വന്നാലോ? വേണ്ടട്ടോ. നീ വേണ്ടെങ്കി വേണ്ട. നല്ല ഡൗട്ടായിരുന്നു. അനു, ഞാൻ പറയുന്ന കേൾക്കാനു. അനു പോകലെ, പറയുന്ന കേൾക്കാനു. നിന്റെ അച്ഛനെന്ന് ആ നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞു പോയപ്പോ ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി. ഞാൻ നിന്റെ വാക്ക് കേട്ടില്ല അനു. നീ എന്നോട് ക്ഷമിക്കാനു പ്ലീസ്. ഞാൻ നിന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, അതും എനിക്കറിയാം. അനു പ്ലീസ്, എന്നെ വിട്ട് പോകലാനു. പ്ലീസ് എന്നെ മനസ്സിലാക്കാൻ നോക്കൂ. ലയ കൂടി നിന്റെ അച്ഛൻ ചെയ്ത പോലെ ചെയ്തപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയതാനു. പ്ലീസ് എന്നെ മനസ്സിലാക്ക് അനു. അനു പ്ലീസ്. അനു എന്നെ വിട്ട് പോകലു പ്ലീസ്. അനു, ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അതോർത്തിട്ട് എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. പ്ലീസ് ഒരു ചാൻസ് കൂടിയാണ് പ്ലീസ്. മതി, നിർത്താബിൽ. ഇത് തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ ഒന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് നീ മനസ്സിലാക്കിയോ? ഇനിയിപ്പോ നീ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നോ? ഇല്ല ബേൽ. അനു, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ആബേൽ, എന്താ ഇവിടെ ഇപ്പൊ നടക്കുന്നേ? സൂര്യ, എന്താടി, എന്താ പറ്റിയേ? നീ പറ. അവൻ നിന്നെ വിശ്വസിച്ചില്ലേ? എങ്കിൽ നീ എന്നോട് പറ. ഞാൻ വിശ്വസിക്കില്ലടി. ഇങ്ങനെ കിടന്ന് കരയാതെ. സൂര്യ, നീ റെസ്റ്റ് എടുക്ക. ടാബ്ലറ്റ് കഴിക്കാൻ മറക്കല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ്, ഒരു ലാസ്റ്റ് ചാൻസ് പ്ലീസ്. വേണ്ട അബേൽ, ഇനി അത് ശരിയാവത്തില്ല. നീ തന്നെ പറ. ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല. നീ എന്നെ അർഹിക്കുന്നില്ല അബേൽ. Yes, Anu. I don't deserve you. I don't deserve your love, Anu. നീ അത് മനസ്സിലാക്കിയല്ല അബേൽ. എന്റെ ശരീരത്തിലേറ്റ മുറിവുകളും എന്റെ മനസ്സിലേറ്റ മുറിവുകളും ഒന്നും വായിക്കാൻ പറ്റില്ല. You don't deserve me. Anu, what happened? Anu, what happened, Anu? Surya,
അനു, ആബേൽ അവളെ കൊണ്ട് കിടത്തിക്കേ. ആബേൽ, അവൾ വല്ലാതെ സ്ട്രെസ്ഡിലാണ്. കുറച്ച് ടൈം കൊടുത്ത്. നിനക്ക് എന്തായാലും സംസാരിക്കുള്ളത് പിന്നീട് സംസാരിക്കാം. ഐ ഗോട്ട് ഇറ്റ്. അവൾ പറഞ്ഞത് ശരിയാ. ഐ ഡോണ്ട് ഡിസേർവ് ഹർ. ഞാൻ അവളുടെ സ്നേഹം അർഹിക്കുന്നില്ല. ആബേൽ, നീ എന്തിനുള്ള പുറപ്പാടാ? സൂര്യ, അവൾ എണീറ്റ എന്നെ കാണുന്നതിൽ നിന്ന് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കും. എന്നെ ഇനി അവൾ കാണണ്ട. What the heck are you talking, ആബേൽ? നീ എന്തായി പറയുന്നേ? ആബേൽ, പോകില്ലേ? ആബേൽ! സൂര്യ, may I come in? Yes, please. അനു, ഇവള് ഇനിയും ഉണർന്നില്ലേ? ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? ലയ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. താൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? എന്തോന്ന്? ഫുഡ് ഉണ്ടാക്കാനോ? എന്തേ, നീ വാക്ക് കേട്ടിട്ടില്ലേ? എടോ, ഇവർ രണ്ടുപേരും പിരിയാനൊന്നും പോകുന്നില്ല. അവരിനി എത്ര അടികൂടി പിരിഞ്ഞാലും ബൈ പറഞ്ഞാലും അവര് പിരിയാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഞാൻ എന്റെ വിശപ്പടുക്കി പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? നീ പോയി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. എന്നാ എന്റെ വിശപ്പെങ്കിലും മാറും. How you can say this, സൂര്യ? ആബേൽ അവളൊട്ടും നോർമൽ അല്ല. പിന്നെ അനു, അവൾ ഒത്തിരി വിഷമിച്ചിരിക്കുക. തനിക്ക് കുക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരടോ. വെറുതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്താലോ? ഇവരുടെ രണ്ടുപേരുടെയും വെഡിങ്ങിന് കളിക്കാൻ പാകത്തിന് നല്ലൊരു ഡാൻസ്. അതായിരുന്നല്ലോ നമ്മുടെ തുടക്കം. ചെയ്താലോ ലയ? Are you out of mind, സൂര്യ? Just wait, Leia. I will show you what is going to happen. First dance like this. Step 1, 2, 3, 4. Come, Leia. Please join with me. Leia. Now I am confirmed you are completely out of mind, Surya. Come, Leia. Let's practice. എന്തൊരു ശബ്ദ ഇത്? എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത്? അനു, എണീറ്റോ? ഞങ്ങൾ ഇത്തിരി റൊമാൻറ്റിക് ആകുമായിരുന്നു. നിനക്ക് ഡിസ്റ്റർബൻസ് ആയോ? അനു, നീ ഓക്കെ ആണോ? ലയ, നീ ഒന്നും മിണ്ടാതിരുന്നേ. അവക്കൊരു കുഴപ്പമില്ല. പിന്നെ ഒരു റിലേഷൻഷിപ്പിലായാല് ഒരു ബ്രേക്കപ്പ് ഒക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. സോ ആ പേര് പോയ മറ്റൊരാള് അല്ല അനു. അനു ഇപ്പൊ പോയാലേ അപ്പുറത്തുനിന്ന് ബസ് കിട്ടും, ഇല്ലെങ്കിൽ ചേച്ചിയുടെ കാർ എടുത്തോ. നീ ബ്രേക്കപ്പ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ അവനോടൊരു ഗുഡ് ബൈ പറഞ്ഞു. സൂര്യ, നിനക്ക് വിഷമമില്ലേ എന്റെ കാര്യം ഓർത്തിട്ട്? അല്ല, ആബേൽ എവിടെ? അവൻ ഒത്തിരി കരഞ്ഞു. അവൻ കരയാണെങ്കിൽ കരയട്ടെ, പോട്ടെ പുല്ല്. അല്ലാരു, നീ ഇവിടെ നിൽക്കേണ്ട, വേഗം വിട്ടോ. നിനക്ക് എന്തായാലും മാട്രിമോണിയിൽ ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. നിനക്ക് പറ്റിയ ചെക്കനെ കിട്ടാൻ ഞാനും ലയയും പ്രാർത്ഥിക്കും. അല്ലേ ലയ? നീ ഒന്ന് പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് റൊമാൻറ്റിക് ആവാൻ. നീ എന്താ ഇവിടെ വാ പൊളിച്ച് നിൽക്കുന്നേ? പൊക്കോന്നേ. അല്ല സൂര്യ, അപ്പോഴത്തെ സ്ട്രെസ്സിൽ ഞാൻ അവരോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവൻ ഒത്തിരി വിഷമമായി കാണൂ. ഞാൻ അവനോട് ചെന്ന് സോറി പറഞ്ഞാലോ? അവൻ പാവല്ലടാ. അവൻ തെറ്റിദ്ധരിച്ചതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല സൂര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ഇമ്മാതിരി വർത്താനം പറയാൻ എനിക്ക് എവിടെ നിന്ന് കിട്ടിയ അത്ര ധൈര്യം? ഒരു ലേശം ഉൾപ്പുണ്ടെങ്കിൽ അവനോട് ഗുഡ് ബൈ പറഞ്ഞു പോടി. കുറെ നേരം ഇവിടെ കിടന്ന് വർത്താനം പറയുന്നു. നീ പോയി ഗുഡ് ബൈ പറഞ്ഞു വാ. എന്നിട്ട് നമുക്ക് നിനക്കുള്ള ചെക്കനെ നോക്കാം. അതുവരെ ഞങ്ങളൊന്ന് റൊമാൻറ്റിക് ആട്ടെ. ചെല്ലനു. അനു, പെട്ടെന്ന് പറഞ്ഞിട്ട് വായോ. ഇരുട്ടാവുന്നതിന് മുന്നേ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ലയ, അവളിവിടെ 2 ദിവസം നിന്നോട്ടെ. ഞാൻ പോവന്നെയാ. ബട്ട് അവനിത്തിരി വിഷമാവും ഞാൻ ബൈ പറഞ്ഞാൽ. ഇറ്റ്സ് ഓക്കെ, അവനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ അവനോട് അത്ര കാലം പറഞ്ഞിട്ട് അവൻ വിശ്വസിച്ചില്ലല്ലോ. അവനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി പറഞ്ഞിട്ട് വരാവേ. നിന്ന് കഥകളി കളിക്കാതെ പോയി പറഞ്ഞിട്ട് വാടി. ഞാനൊന്ന് റൊമാൻറ്റിക് ആവട്ടെ. സൂര്യ, നീ എന്ത് പണിയാ കാണിച്ച്? അവളിതാ പോകുന്നു. അവർക്കിടയിൽ എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് പറയാൻ ഉറപ്പില്ല. ബട്ട് എനിക്കൊന്നും ഉറപ്പുണ്ട്. They can't live without each other. ആബേൽ, ആബേൽ, what the heck are you doing? നിനക്ക് മതിയായില്ലേ?
അനു, നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ നിന്നും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല അനു. പ്ലീസ് എന്നോട് ക്ഷമിക്കും. നീ എന്തൊക്കെ ചെയ്യുന്ന അബൽ? നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? നിന്നെ ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരും. എനിക്ക് നിന്നെ വിട്ട് പോകാനൊന്നും പറ്റില്ലടാ. നോ അനു, പ്ലീസ് ഗോ. നീ ഇങ്ങനെ ഒരു വേദന കൂടി അർഹിക്കുന്നില്ല. പ്ലീസ് ഗോ അനു. നോ, ഐ വോണ്ട്. ഞാൻ പറയുന്ന കേൾക്കാനോ. എന്റെ ശരീരത്തിലെ ഡോസ് കുറഞ്ഞ എന്റെ ശരീരം എന്റെ കൺട്രോളിലായിരിക്കില്ല. ഞാനിപ്പോ എന്തൊക്കെ ചെയ്ത് കൂട്ടാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. പ്ലീസ് ഗോ. നിന്നെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യാത്തോണ്ട് പറയുന്നതാ. പ്ലീസ് ഗോ അനു. ഞാൻ പോകില്ല അബൽ. നിന്നെ വിട്ട് പോകില്ല അബൽ. ഞാൻ നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ സോറി അനു. പക്ഷെ ഞാൻ പറയുന്ന കേക്ക്. പോ ഇവിടുന്ന്. പ്ലീസ് പോ. ഇല്ലെങ്കിൽ നീ വേദനിക്കും. ഐ വോണ്ട് ഗോ അബൽ. ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഐ വോണ്ട് യു. ഐ നീഡ് യു അബൽ. ഞാൻ നിന്നെ വിട്ട് പോകില്ല അബൽ. അനു, ഐ വാണ്ട് ലീവ് വിത്ത് യു. ബട്ട് ഹൗ? എന്റെ ബോഡി എന്റെ കൺട്രോളിലല്ല അനു. ട്രസ്റ്റ് മീ അബൽ. ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ജസ്റ്റ് വെയിറ്റ്. ഐ വാണ്ട് സം ടൈം. അനു, ഞാൻ കാരണം വീണ്ടും നീ വേദനിക്കും അനു. ദാറ്റ് ഐ ഡോണ്ട് കെയർ അബൽ. ഞാൻ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ നിനക്കുള്ള മെഡിസിൻ കൊണ്ടുവരാം. ടേക്ക് റെസ്റ്റ്. മേ ബി ഇത് കുറച്ച് മാസം എടുത്തേക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡു ദിസ്. ചേച്ചി, ആർ യു ഫ്രീ നൗ? നോട്ട് കംപ്ലീറ്റ്ലി. ആൻഡ് പറലയ, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ചേച്ചി, ഐ എം സോറി. സൂര്യയോട് എനിക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല. അവനോട് ഞാൻ ചെയ്ത് തെറ്റോർത്തിട്ട് എനിക്കിപ്പോഴും റിഗ്രറ്റ് എടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവനോട് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ല ചേച്ചി. ഇറ്റ്സ് ഓക്കെ ലയ, ടേക്ക് യുവർ ടൈം. ഞാൻ അവനോട് എല്ലാം പറഞ്ഞു കൊടുത്തോളാം. നീ അവനോട് ചെയ്തതും അതുപോലെ തന്നെ നീ ഇപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നതും. ബട്ട് ഐ വാണ്ട് സം ടൈം. ബിക്കോസ് അവൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം മാത്രമേ എനിക്കിത് പറയാൻ സാധിക്കുള്ളൂ. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നാൽ മതി. ജസ്റ്റ് പണ്ട് നീ അഭിനയിച്ചതുപോലെ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഏയ്, ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചേച്ചി എനിക്ക്. ബിക്കോസ് ഐ ലവ് ഹിം. ബട്ട് എൻ്റെ കുറ്റബോധം അവരോട് അടുക്കാൻ സമ്മതിക്കുന്നില്ല ചേച്ചി. ഇവളെ കൊണ്ട് ഇനി ഞാൻ നിന്നെയും കൺസൾട്ട് ചെയ്യിപ്പിക്കേണ്ടി വരുമോ? നീ ചെന്ന് അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്യ്. എന്നിട്ട് അതങ്ങ് പതിയെ പതിയെ എടുത്ത് കളയാൻ നോക്ക്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. ഓ ചെല്ല്. എന്താ അബേൽ? Are you okay? അനു, എന്റെ ബോഡി മൊത്തം വരിഞ്ഞു മറുകുന്നു. ഐ വാണ്ട് വൺ സിപ്പ് അനു. പ്ലീസ് വൺ സിപ്പ്. No അബേൽ, ഞാൻ എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുവരാം. അനു പ്ലീസ്. എന്റെ ബോഡി ആകെ വരിഞ്ഞു മുറുകുന്നു അനു. പ്ലീസ് അനു, ഒരു സിപ്പ് താനു. ഐ കാണ്ട്. അനു, നീ എവിടെ വെച്ചത് പറ അനു. എനിക്കൊന്ന് വേണം അനു. ഐ വാണ്ട് അനു. ഐ കാണ്ട് കൺട്രോൾ മൈ ബോഡി. പ്ലീസ്. Please അനു, I want. എനിക്ക് താനു. നിന്നോടുള്ള പറഞ്ഞത് I want. Anu, I can't live without that, Anu. Please give me one, Anu. Please. I can't control my body, Anu. Please. Cool, Abel. You will get I will give you some injection. Anu, please. Please give me. അനു, ഞാൻ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. നിനക്ക് വേണ്ട മെഡിസിൻസിന്റെ ലിസ്റ്റ് ഒന്ന് വിട്ടേ. ആ ചേച്ചി, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആബേലൂൺ വരുമ്പോൾ ഞാനിവിടെ ഇല്ല. അവന് വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യും. അതുകൊണ്ടാ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത്. ഐ എം സോറി ചേച്ചി. നീ നിന്റെ കഥാപ്രസംഗം നിർത്തിക്ക്. സ്ഥലമെത്തി. ചേച്ചി, പിന്നെ ഒരു കാര്യം, ചേച്ചിയുടെ കാക്കക്കൂട്ടം അവിടെ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇന്നവിടെ CM വരുന്നുണ്ട്. ഞാൻ ന്യൂസ് കണ്ടിരുന്നേ. നിന്റെ ഊഹം ഒട്ടും പഴച്ചില്ലല്ലോ. ഒക്കെ ഉണ്ട് ഇവിടെ. നോക്ക്, റിപ്പോർട്ടർ ലയമാധവനല്ലേ വരുന്നേ. നമുക്ക് ഒരിടത്തും ചെന്നാലോ? CM വരുന്നവരെ കുത്തിപ്പറക്കാൻ നമുക്ക് എന്തെങ്കിലും കിട്ടും.
ഹായ് മാം, വിവാഹ ദിവസം കാണാതായതിനെ തുടർന്ന് ഒത്തിരി അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. എന്താണ് മാമിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? മാം ശരിക്കും എസ്കേയുമായി ഒളിച്ചോടിയതായിരുന്നു. ഐ എം സോറി, പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. മാം ഞങ്ങളോട് സഹകരിക്കണം. ബിക്കോസ് ഞങ്ങളും നിങ്ങളെപ്പോലെ ഒരു റിപ്പോർട്ടറാണ്. നിങ്ങളെ അപായപ്പെടുത്തിയതാണോ ഇല്ലെന്ന് അറിയുന്നത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. സോ ജനങ്ങൾക്കറിയണം. കാരണം ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റിപ്പോർട്ടറായിരുന്നു താങ്കൾ. ഞാനൊരിക്കൽ ഇതിന് മറുപടി പറഞ്ഞതാണല്ലോ. ഞാൻ എസ്കേയുമായി പ്രണയത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിവാഹ ദിവസം ഒളിച്ചോടിയത്. താങ്ക് യു. ഒരാഴ്ച മുന്നേ ജനങ്ങൾക്ക് ഒത്തിരി ആശങ്ക നിറച്ചൊരു കേസായിരുന്നു റിപ്പോർട്ടർ ലയ മാധവന്റെ തിരോധാനം. അതിന് പൂർണ്ണമായി വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം റിപ്പോർട്ടർ ലയ മാധവൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ലയ മാധവൻ പറയുന്നതനുസരിച്ച് തന്റെ ഇഷ്ടപ്രകാരമാണ് വിവാഹ ദിവസം എസ്കേയുമായി പ്രണയത്തിലായിരുന്ന ലയ മാധവൻ ഒളിച്ചോടിയത് എന്നാണ്. ഒത്തിരി നിഗൂഢതകൾ ഞങ്ങൾ കശ്യപ് ഫാമിലിയിലെ കാര്യങ്ങൾ പൂർണ്ണമായി ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇപ്പോൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. റിപ്പോർട്ടർ ലയ മാധവൻ അവിടുത്തെ ഇരട്ട സഹോദരനായ പാട്രിക്കിന്റെ കൂടെയാണോ അതോ സൂര്യയുടെ കൂടെയാണോ ഒളിച്ചോടിയതെന്നാണ്. കാരണം ഇതറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനൊരു മറുപടി നമുക്ക് റിപ്പോർട്ടർ ലയ മാധവനോട് തന്നെ ചോദിക്കാം. Oh God, what kind of question is this? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ പോയത് സൂര്യയുടെ കൂടെയാണ്. ഹീസ് ലൈക്ക് എ നോർമൽ പേഴ്സൺ, ഒരു ഡോക്ടർ ആൻഡ് ഓൾസോ എ ഡാൻസർ. ഞാൻ അവനുമായിട്ടാണ് ഇഷ്ടത്തിലായിരുന്നത്. പിന്നെ പാട്രിക്, അവനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ്. റിപ്പോർട്ടർ ലയ പോയി. ഇനി നമുക്ക് സിഎമ്മിനെ തന്നെ പിടിക്കാം. നാല് ഭാഗത്തും നാക്കാണല്ലേ ഇവറ്റങ്ങൾക്ക്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ജോലി ഇത് തന്നെയാണല്ലോ. ലയ ഒത്തിരി ടയർഡാണെന്ന് തോന്നുന്നു അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. ഞാനിപ്പോ കുറച്ചു നേരം ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ അതില് താൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോടൊന്ന് തിരക്കി. അപ്പൊ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കിട്ടി. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമായിരുന്നു എനിക്ക്. ലയ ഇപ്പൊ ഫ്രീ ആണോ? സൂര്യ, അത് ഞാൻ ലയ, ചേച്ചി എന്റെ രോഗത്തെ കുറിച്ചും നമുക്കിടയിൽ നടന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. ഐ എം സോറി ലയ, രോഗം കൊണ്ടാണെങ്കിലും ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ അങ്ങനെ ചെയ്തു എന്നുള്ളത്. എന്തായാലും ചേച്ചി അത് എടുത്തു കളഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നീ എന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അതൊക്കെ പോട്ടെ ലയ, പാട്രിക് നിന്നെ ഒത്തിരി ഉപദ്രവിച്ചിരുന്നു. ഐ എം സോറി ലയ. ഐ എം സോറി സൂര്യ. എനിക്ക് താനൊരു ആർട്ടിക്കിളിലുള്ള ഒരു ടോപ്പിക്ക് മാത്രമായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ നടന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു. തൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ കാരണം നഷ്ടപ്പെട്ടതും എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു സൂര്യ. പിന്നെ താൻ ചോദിച്ചില്ലേ പാട്രിക് എന്നെ ഉപദ്രവിച്ചോ എന്ന്? ഒരിക്കലുമില്ല. അയാളും എന്നെ സ്വന്തമാക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് സങ്കടം അതല്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ആക്ച്വലി ഐ ഡോണ്ട് ഡിസേർവ് യു. ലയ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഒന്നറിയണം, ഡു യു ലവ് മീ ഓർ നോട്ട്? അതോ നിനക്ക് ഗൗതത്തിനെയാണ് ഇഷ്ടമെങ്കിൽ നിനക്ക് അവൻ്റെ കൂടെ പോകാം. എനിക്കാരെയും വേദനിപ്പിച്ച് ശീലമില്ല. ഗൗതത്തെ എനിക്കിഷ്ടമായിരുന്നു. ബട്ട് നൗ എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സൂര്യ നിന്നോട്. നീ അന്ന് ഞാൻ അഭിനയിച്ചപ്പോൾ കാണിച്ച സ്നേഹം അതെനിക്ക് ഇപ്പോൾ തിരിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നിനക്കെങ്ങനെ എന്നെ മനസ്സാണ് വിശ്വസിക്കാൻ കഴിയും സൂര്യ? അത്രത്തോളം തെറ്റല്ലേ ഞാൻ നിന്നോട് ചെയ്തത്. വേണമെങ്കിൽ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി തരാം. പോകാനോ? എങ്ങോട്ട് ലയ? എനിക്ക് പോകണം സൂര്യ. എനിക്കെന്തോ നിന്റെ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അതെന്നെ അലട്ടുന്നു. ലയ, പോകാതെ. ഞാൻ പറയുന്നത് കേൾക്ക്. നിന്നെ നഷ്ടപ്പെടുന്ന ഓർത്തപ്പോഴാ എന്റെ രോഗം പുറത്തു വന്നത്. നീ ഒന്ന് മനസ്സിലാക്കണം. ഐ അഡിക്റ്റഡ് ടു യു. ഞാനായാലും പാട്രിക് ആയാലും അഡിക്റ്റഡ് ടു യു ലയ. I know Surya. Can I ask you something? Shall we restart our love story? ലയ, മതി കരഞ്ഞത്. ആവശ്യത്തിലധികം കരഞ്ഞു. ഇനി താൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയട്ടെ. ഞാനെപ്പോയോ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്റെ ലയ. സൂര്യ എന്താ ഉദ്ദേശിച്ചേ? I will show it. You know something? Actions speak louder than words. വേണ്ട, കൊല്ലും ഞാൻ. You know something, Laya? I'm already dead. തരുണം മാറുയിരെ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை
வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே. God. അബേൽ എനിക്ക് ഇത്തിരി മെഡിസിൻസ് ഉണ്ട്, അത് കഴിക്കാതെ എന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്ക്. ഞാനു ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്റെ ബോഡി ആകെ വലിഞ്ഞു മുറുകുന്നു. പ്ലീസ് എനിക്കൊരു താനും പ്ലീസ്. ഐ കാൻറ്റ് കൺട്രോൾ ഇറ്റ്. നോ അബേൽ, നിനക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. നീ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിന്റെ ബോഡി നിന്റെ കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പ്ലീസ് വെയിറ്റ്, എല്ലാം ശരിയാവും. പ്ലീസ്, ഞാനല്ലേ പറയുന്നേ, ഞാൻ തൻ്റെ കൂടെ ഇല്ലടാ. ഒന്ന് വെയിറ്റ് ചെയ്യടാ പ്ലീസ്. ആൻഡ് ഐ വിൽ ഗിവ് സം ഹഗ്. യു ഫീൽ നൗ ബെറ്റർ അബേൽ? ഫുഡ് നമുക്ക് പിന്നെ കഴിക്കാം. തൽക്കാലം നീ മെഡിസിൻ എടുത്തൊന്ന് ഉറങ്ങി എനിക്ക്, എന്നിട്ട് കഴിക്കാവേ. അനു, എന്റെ ഉള്ളംകാലം മുതൽ തലവരെ ആരോ കുത്തി വേദനിക്കുന്ന പോലെ. അനു, ഇറ്റ്സ് ഓക്കെ അപ്പൽ, നിനക്ക് വേദനിക്കുവോളം ഹഗ് മീ ടൈറ്റ്ലി until you feel better. Okay അപ്പൽ? At last, I have a nice day. Oh, nice weather. Is it Gautam? Excuse me, Professor. Can I disturb you? ആരിത്? ഡോക്ടർ മേഡോ? ഇരിക്കും മേഡം, ഞാനാകെ ബോറടിച്ചുകൊണ്ടിരിക്കുന്നു. അതെ സാറേ, ഇത് കപ്പിൾസുകൾ വന്നിരിക്കുന്ന സ്ഥല. ഇവിടെ വന്നിട്ടാണോ പുസ്തകം വായിക്കുന്നത്? സത്യം പറയാലോ മേഡം, എനിക്കത് കപ്പിൾസ് ഏരിയ എന്നറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോ ആരില്ലായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പുസ്തകം വായിക്കായിരുന്നു. പിന്നെ ആള് കൂടി വന്ന് നോക്കിയപ്പോ മുഴുവൻ കപ്പിൾസ്. അല്ല, മാമിന്റെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യണോ മാം? ബെസ്റ്റ്. എനിക്കത് കപ്പിൾസ് ഏരിയ എന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ ജംഗ്ഷനിൽ വെച്ച് എന്റെ കാർ എനിക്ക് പണിതന്നു. അത് റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സോ അത് ശരിയാകും വരെ എവിടെയെങ്കിലും ചെന്നിരിക്കേണ്ടത് കരുതി വന്നതാ. അപ്പോഴേ തന്നെ കണ്ടേ. അത് ശരി, എനിക്ക് ഡ്രൈവിംഗ് അറിയുന്നെങ്കിൽ എന്തായാലും മാമിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തേനെ. അല്ല, മാമിന്റെ ബോയ് ഫ്രണ്ട് വന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നില്ല. അയ്യോ എന്റെ പ്രൊഫസറെ, എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. അത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഭൂമിയിലുണ്ടതല്ലേ, എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം. തനിക്കൊരു പുതിയ ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കട്ടെ. ഞാന് ന്യൂസ് കണ്ടിരുന്നു. ലേ പറയുന്ന കാര്യങ്ങളൊക്കെ സൂര്യ കേട്ടു കാണുമല്ലേ? അപ്പോ സൂര്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അറിഞ്ഞു. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അറിഞ്ഞത് നന്നായി എന്ന്. കാരണം എനിക്ക് അവരോട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങ് മാറിക്കിട്ടി. ഇപ്പൊ അവര് അടിപൊളിയാടോ. ഒത്തിരി ഡാൻസ് കളിക്കും, ചിരിക്കും, അങ്ങനെ പോകുന്നു. താങ്ക് ഗോഡ്. അപ്പൊ നമ്മുടെ അനുവിന്റെയും ആബേലിന്റെയും കാര്യം എന്തായി? അവരും ഹാപ്പിയാടോ. ആബേലിനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോ അവന്റെ ബോഡി അവന്റെ കൺട്രോളിലാണ്. ഡ്രഗ്സിന്റെ യൂസേജ് ഒക്കെ അവൻ മാറ്റി. സോ ദേ ആർ ഹാപ്പി നൗ. പിന്നെ പണ്ടത്തെ പോലെ തന്നെ അവര് ഒത്തിരി റൊമാൻസ് ഒക്കെ കളിച്ചിങ്ങനെ അങ്ങനെ പോകുന്നു. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യയും അനു, ഇത്ര പോരെ ഇന്ന് ചെയ്തത്? ഞാൻ രാവിലെ തുടങ്ങിയതാ. ഞാൻ ഒത്തിരി ടയേർഡാ. ഇനി ഇന്ന് ഇത്ര മതി കേട്ടോ. ഇനി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നീ പോകുവോളാം ഇത്തിരി നേരം സംസാരിക്കാം. എനിക്ക് മതിയായി. ഡ്രഗ്സ് യൂസ് ചെയ്തപ്പോ മോന് സമയം നോക്കിയിരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒരു 10 പുഷപ്പ് അല്ലെങ്കിൽ വേണ്ട, ഒരു 20 പുഷപ്പും കൂടി ചെയ്തിട്ട് നിർത്തിയാൽ മതി. നീ എന്ത് തരം പുഷപ്പാണ് ഉദ്ദേശിക്കുന്നേ?
മോനധികം കാട് കയറി ചിന്തിക്കാതെ എനിക്ക് വീട്ടിൽ പോകണം, പെട്ടെന്ന് വേണം. അനു ഇന്ന് അമ്മയോട് വരുന്നില്ല എന്ന് വിളിച്ചു പറയാനോ? ഇവിടെ നിന്നിട്ട് എന്തിനാ? വെറുതെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അയ്യേട്ടാ, മോൻ അത്ര മിണ്ടിയാ മതി. മര്യാദക്ക് പുഷപ്പ് ചെയ്യാൻ നോക്ക്. 1 2 3. കുറെ നേരമായില്ല കുരിപ്പ് ഇതിനുള്ളിൽ കയറി കൂടിയിട്ട്. അനു what is this? What kind of push-up is this? Anu, tell me, what is this? ഈ കുരിപ്പ് ദേ, ഇത് നശിപ്പിച്ച് നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത്? നിനക്ക് അവിടെ തന്നെ നിന്നാ പോരെ? അയ്യേ, ഇവനിതും കണ്ടോ? അനു, നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാൻ ഒന്ന് പോയി കഴിച്ചിട്ട് വരാവേ. പോകലാബൻ, നാളെ എനിക്ക് മെഡിക്കൽ ക്യാമ്പ് ഉള്ളതാ, എനിക്ക് വരാൻ പറ്റില്ല. കുറച്ചു നേരം കൂടി സംസാരിക്ക്. ഇവനാണോ പ്രശ്നം? ഇവനെ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. എടാ, നീ അത് പോയി തരുമോ? Sorry girl, this is my house. ആ, നീ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്. വീട്ടിലാണെങ്കിൽ അമ്മയില്ല അബേൽ. ഞാൻ പോട്ടെ, ചേച്ചി ഒറ്റക്ക. അവക്ക് പേടിയായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കാന്. എന്നോട് അമ്മ നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. അമ്മ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. നാളെ രാവിലെ വരുള്ളൂ. അപ്പൊ ചേച്ചിയെ തനിച്ചാക്കി വിടാൻ പറ്റില്ലല്ലോ. നീ എന്താ പറഞ്ഞേ? ചേച്ചി ഒറ്റക്കാന്നോ? അമ്മ വീട്ടിലില്ലാന്നോ? ഇതൊക്കെ എന്നോട് നേരത്തെ പറയണ്ടേ നീ? ഇതൊക്കെ താമസിപ്പിക്കാൻ പാടുണ്ടോ ഇങ്ങനെ? അല്ലെങ്കിലും നീ ഇവിടെ കുറച്ചു നേരം നിൽക്ക്. നിനക്ക് മെഡിക്കൽ ക്യാമ്പൊക്കെ ഉള്ളതല്ലേ. ഞാൻ പോകാം. എനിക്ക് ആരും ഒറ്റക്ക് താമസിക്കുന്നത് ഇഷ്ടമല്ല. അനു, അത് നിനക്കൊരു ബുദ്ധിമുട്ടാകില്ല സൂര്യ? ബുദ്ധിമുട്ടോ? എനിക്കോ? നീ എന്നെ അങ്ങനെയാണ് കരുതി വെച്ചേക്കുന്നത്? അല്ലെങ്കിലും ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കൊരു ക്രേസാ. നിനക്കറിയില്ലേ അനു? ഇത് അതെനിക്കറിയാ, എങ്കിലും നിന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ. എങ്കിൽ നീ ചെല്ല് സൂര്യ. എന്റെ ചേച്ചി ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. രാത്രി അവർക്ക് ഒറ്റയ്ക്കിരുത്താൻ പേടിയാന്നേ. ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യമില്ല. ഞാൻ വരാവേ. അനു, നീ അവനെ ഒഴിവാക്കാൻ പറഞ്ഞതാണോ അതോ അമ്മ വീട്ടിലില്ലേ? ചേച്ചി ഒറ്റക്കാണോ വീട്ടില്? അതിലിപ്പോ എന്താ ഇത്ര സംശയം? ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞത് അവനെ എപ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ പിന്നെ തിരിച്ചു പണിയരും എന്റെ ഒരു കടമയല്ലേ, അതുകൊണ്ട് ചെയ്തതാ. പിന്നെ നിന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ തോന്നി. ഞാൻ മെഡിക്കൽ ക്യാമ്പിലൊക്കെ പോവല്ലേ, അതുകൊണ്ടാ. അനു, നീ എന്നാ ഇനി ക്യാമ്പിന് പോയി തിരിച്ചു വരാ? ഐ എം ഷുവർ ഐ ഗോണ മിസ് യു. എന്റെ ക്യാമ്പ് ഏകദേശം 2 വീക്സിന്റെ ഉള്ളിൽ വരും. Oh God, I'm sure I'm gonna miss you very badly. Abel, shall we make a memory before I leave? ഞാനൊരു സത്യം പറയട്ടെ അനു. ഡ്രഗ്സിന്റെ ബോർഡിൽ നിന്ന് വിട്ടുപോയപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. I was addicted to you. I was addicted to your presence. That's why ആ ഡ്രഗ്സിന്റെ യൂസേജ് എന്നെ അധികം ഏറ്റില്ല. പിന്നെ ഞാനിതുവരെ കൺട്രോൾ ചെയ്യായിരുന്നു. ബിക്കോസ് നിന്റെ വായിൽ നിന്നും എനിക്കത് കേൾക്കണമായിരുന്നു. നീ ഇടക്ക് നിന്റെ അഡിക്ഷൻ ഡ്രഗ്സിലേക്ക് മാറ്റില്ലേ? ബട്ട് നിന്നെ കണ്ടെന്ന് മുതൽ ഐ അഡിക്റ്റഡ് ടു യു.
ചേച്ചിയമ്മ ചേച്ചിയമ്മ പറയാൻ ചേച്ചിയമ്മ ആരെ കിട്ടുന്നേ എന്നെയാണോ അതോ ഇവരെയാണോ എന്നെ കെട്ടിക്കോട്ടോ കാരണം എന്റെ സ്കൂളിൽ മൊത്തം എനിക്ക് ഫാൻസാ എന്റെ ചേച്ചിയമ്മ ഈ പരദയുടെ ഫാൻസിന്റെ കാര്യമൊന്നും പറയണ്ട ഇന്നലെ തന്നെ 2 പേര് പഠിക്കുന്ന രേണുവിന്റെ കയ്യിൽ നിന്ന് ഇവര് കണക്കിന് കിട്ടിയതാ ഞാൻ കഥ പറയാം ചേച്ചിയമ്മ പെട്ടെന്ന് ഒരുങ്ങി വായോ ചേച്ചിയമ്മ അതൊന്നും വിശ്വസിക്കില്ല മതി അടി കൂടിയത് ഞാൻ എല്ലാരും കേട്ടോ എന്റെ 2 ചെക്കന്മാരെയും കേട്ടോ പിന്നെ തൽക്കാലം ഇന്ന് ഞാൻ ഒരാളെ കേട്ടെ നാളെ നിങ്ങൾ 2 പേരെയും ഓക്കെ മേക്കപ്പ് ഇത്തിരി കുറഞ്ഞു പോയോ ചേച്ചി? യാ കുറച്ചധികം കുറഞ്ഞു പോയി. നല്ലൊരു ദിവസമായിട്ട് എന്റെ വായി നിൽക്കുന്ന കേക്കണ്ട നിങ്ങൾ 2 പേരും പൊക്കോ. ഞാൻ പറഞ്ഞാ മതിയോ? ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. ഇവറ്റങ്ങോട് സംസാരിച്ചിരിക്കാതെ താഴത്തേക്ക് വായോ. അവിടെ ഗൗതം എത്തി. പെട്ടെന്ന് വേണം, ഇനി സമയം കളയാൻ സമയമില്ല. വാവുലയ, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. പിന്നെ എന്തോ കുറവുണ്ടല്ലോ. ആയിക്കോട്ടെ. ഇപ്പോ പെർഫെക്റ്റ്. അതന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ചേച്ചി. പെട്ടെന്ന് വായോ. ഗൗതമിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ. നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് നടക്ക് ചേച്ചി. Oh God, Anu. എന്താ അത്? You're looking so hot in red dress.